ഹായ് ഫ്രണ്ട്സ്, ഇത് കഴുത്തിന് എലാസ്റ്റിക് ഇട്ടിട്ടുള്ള ഒരു കട്ടിംഗ് ആണ്. ഇത് എങ്ങനെ നമുക്ക് കട്ട് ചെയ്യുന്നത് നോക്കാം. ഇതിപ്പോൾ 2 പീസാണ്. ഒരു പീസ് ഡബിളായിട്ട് മടക്കിയിട്ട് വെച്ചിരിക്കുക. അങ്ങനെ 2 പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിലുള്ള ക്ലോത്ത് അനുസരിച്ചുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് വിഡ്ത്ത്, അതായത് വീതി. 15 ഇഞ്ച് വീതിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമുക്കിതിന് ഒരു ലൈന് കൊടുക്കുക, കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. ഇനി അടുത്ത് നമുക്ക് ചെയ്യാൻ പോകുന്നത് ഷോൾഡർ ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്യാം. 8 ഇഞ്ച് മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് താഴോട്ട് ഹാമോള് 9.5. ഇവിടെ വരയണ്ട, ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്യുന്നുള്ളൂ. അതുപോലെ സൈഡിലും 9.5 വരക്കുക. ഈ സൈഡിൽ കേട്ടോ 9.5. പിന്നെ ഇവിടെ 1.5. ഷോൾഡറിൻ്റെ അടുത്ത് സ്ട്രെയിറ്റ് ഒന്ന് ഒരു 1.5 1 കൊടുക്കുക. ഞാനിപ്പോൾ ഉള്ളത് 1.5 ആണ്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഡ്രോയിങ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അതുപോലെ എൻ്റെ കയ്യിലുള്ള ലെങ്ത്താണ് ഞാൻ എടുത്തിരിക്കുന്ന ക്ലോത്ത്. ഇനി അത് ജോയിൻ്റ് ഇടണം. ഇനി ഇവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എൻ്റെ സംസാരത്തിൽ വല്ല പോരായ്മ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ 1.5ൻ്റെ കണ്ട, ഇവിടെ 1.5 1 അതിൽ കുറയാൻ പാടില്ല കേട്ടോ. കാരണം മടക്കി അടിക്കേണ്ടതാണ്. അവിടെയാണ് നമുക്ക് എലാസ്റ്റിക് ഇടേണ്ടത്. അതുകൊണ്ടാണ് അവിടെ സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്തതിന്. ഇനി നമുക്ക് ഇവിടെ നീളത്തിന് ജോയിൻ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് എൻ്റെ കയ്യിലുണ്ട്. ഇതുപോലെ ചുരുക്കിടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ ചുരുക്ക് വേണ്ടെങ്കിൽ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അത്രയേ ഉള്ളൂ ജോയിൻ്റ് ഇടുകയാണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി സ്ലീവ് കട്ട് ചെയ്യണം. സ്ലീവിന് എന്താ വെച്ചാൽ 4 ഒരു ക്ലോത്ത് എടുക്കുക, 4 മടക്കുക. 4 മടക്ക് വരുന്ന ഭാഗം നമുക്ക് ഇവിടെ കൊടുക്കുക. ഏത് സ്ലീവിൻ്റെ മിഡിൽ കൊടുക്കണം. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള ലെങ്ത്താണ് ഞാൻ എടുക്കുന്നത്. മാറ്റിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസില്ലേ, ഈ പീസ് ഇതുപോലെ അങ്ങ് വെക്കാം. കറക്റ്റിന് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് ഇതങ്ങ് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇത് വെച്ചിട്ട് കട്ട് ചെയ്താലും മതി. ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ സ്ട്രൈറ്റ് ആയിട്ട് പിന്നെ ഇവിടെ നിന്ന് ചെരിച്ചിങ്ങനെ വരഞ്ഞു കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റി ഇനി അടുത്ത പരിപാടി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. ഇത് ഈ കട്ട് ചെയ്യുന്ന ഭാഗം സ്ലീവിൻ്റെ മേൽഭാഗമാണ് കേട്ടോ വരുന്നത്. അത് മടക്കായതുകൊണ്ട് കട്ട് ചെയ്തിട്ടില്ല. അതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയാണ്. മേൽഭാഗം കേട്ടോ, അടിഭാഗമല്ല, മേൽഭാഗം. അതായത് ഷോൾഡറിൻ്റെ ആ ഭാഗം വരുന്നത്. ഇനി നമുക്ക് അടുത്തത് സ്റ്റിച്ച് ചെയ്യാം. ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ വെക്കുക, ക്ലോത്ത് ഇങ്ങനെ വെക്കുക. അതിൻ്റെ മേലെ സ്ലീവ് കട്ട് ചെയ്തില്ല അതും ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 ഭാഗം വെക്കുക. ഈ ഭാഗം അതുപോലെ വെക്കുക. അതും സ്റ്റിച്ച് ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം മറ്റേ സൈഡ് ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച പീസ് ഉണ്ടല്ലോ, അതും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക 2 ഭാഗവും. ഇത് വലിയ കട്ടിങ് ആയതുകൊണ്ട് എനിക്ക് വീഡിയോ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എനിക്ക് സ്പേസ് ഇല്ല, ക്യാമറ വെക്കാനുള്ള സ്പേസ് കിട്ടുന്നില്ല. അതുകൊണ്ട് ഫുള്ളായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ അത്യാവശ്യം സ്റ്റിച്ചിങ് അറിയുന്നവരല്ലേ ഇതൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ
കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ കൈ നമ്മൾ ജോയിൻ്റ് ചെയ്തു. ഇനി അടുത്ത പാർട്ട് എടുക്കുക. ഇനി ഇത് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ബാക്കിലെ പീസും ജോയിൻ്റ് ചെയ്തു. 2 പാർട്ടും ചെയ്യുന്ന ഈ ഭാഗം, അതായത് രണ്ട് ഭാഗമില്ല, നമ്മൾ മുൻവശത്തെ ഭാഗവും പിൻവശത്തെ ഭാഗവും. അത് ആദ്യം ഒരു സ്ലീവ് എടുത്തിട്ട് മുൻവശത്തെ ഭാഗത്ത് കൊടുക്കുക 2 സൈഡും. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്ക് പാർട്ട് എടുത്തിട്ട് ആ 2 പീസും കൊടുക്കുക. ഇതിപ്പോൾ ലാസ്റ്റത്തെ 2ാമത്തെ പീസിലെ ബാക്ക് ഭാഗത്താണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇത് രണ്ടും ഒരുപോലെ, ബാക്ക് മുന്നൊന്നൊന്നുമില്ല. ഞാൻ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇത് കഴുത്ത് ഒരുപോലെ ആയതുകൊണ്ട് ഇങ്ങനെ വേണമെങ്കിൽ ഇടാം. പിന്നെ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇനി കഴുത്ത് മടക്കി അടിക്കണം. അത് നമുക്ക് വേണമെങ്കിൽ ഡബിളായിട്ട് മടക്കി അടിക്കാം. അത് അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ആദ്യം ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ച് വീതിയിൽ ഫസ്റ്റ് ഒന്ന് നമുക്ക് മടക്കി തയ്ക്കാം. ഡബിളായിട്ട് മടക്കാൻ കഴിയാത്തവർക്ക് മാത്രമായിട്ട് ഇങ്ങനെ ചെയ്യണ്ടു, അല്ലെങ്കിൽ ഡബിളായിട്ട് മടക്കി അടിച്ചാൽ മതി. ഞാനിപ്പോൾ കാണിക്കുന്നത് സിംഗിളായിട്ട് ആദ്യം മടക്കി അടിക്കുന്നതാണ്. ഇതുപോലെ മടക്കി തയ്ക്കുക ചുറ്റും. മടക്കി തയ്ച്ച് കഴിഞ്ഞ് ഇനി നമുക്കതിനെ ഒന്നും കൂടി മടക്കി തയ്ക്കണം. ഇപ്പോൾ ഡബിൾ പണിയായി. അല്ലെങ്കിൽ ഡബിളായിട്ട് മടക്കി തയ്ക്കുമ്പോൾ ഒറ്റ പ്രാവശ്യം തയ്ക്കേണ്ടത്. ഇതിപ്പോൾ 2 വട്ടം സ്റ്റിച്ച് ചെയ്യേണ്ട പണി വന്നു. ഇതിപ്പോൾ 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ ഞാൻ ഇപ്പോൾ ഇടാൻ പോകുന്നത് 1/2 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക്കാണ്. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഭാഗം ഞാൻ 1.5 ഇഞ്ച് നേരെ വരച്ചില്ല. ആ ഒരു ഭാഗം 1 ഇഞ്ച് എടുത്താലും മതി, 1.5 1 പക്ഷെ 2 ആകാൻ പാടില്ല. ഇപ്പോൾ ഇത് 25 ഇഞ്ചിൽ ലെങ്ത്തുള്ള എലാസ്റ്റിക്കാണ് എടുത്ത് വെച്ചിന്. ഇനിയിപ്പോൾ അതിപ്പോൾ അല്ല ഇടുന്നത്. കൈയുടെ അറ്റമൊന്ന് മടക്കി തയ്ക്കാനുണ്ട്. അതിനുശേഷം നമുക്കതിടാം. ഇനി കൈയുടെ അറ്റം മടക്കി തയ്ച്ച് എലാസ്റ്റിക് ഇടണം ഇതുപോലെ. കൈയുടെ അളവെന്ന് വെച്ചാൽ ഇത് മടക്കി തയ്ച്ചിട്ട് പിന്നെ സൈഡൊന്ന് ചെരിച്ച് കട്ട് ചെയ്യണം. അത് ഞാൻ കട്ട് ചെയ്യാൻ വിട്ടുപോയി. അതിൻ്റെ ഇടയിൽ ഒരു ഫോൺ കോൾ വന്നപ്പോൾ അതങ്ങ് മറന്നുപോയി. നമ്മൾ സാധാരണ സ്ലീവിൻ്റെ അറ്റമില്ല, താഴത്തെ ഭാഗം ഒന്ന് ചെരിച്ച് കട്ട് ചെയ്യില്ല, അതുപോലെ കട്ട് ചെയ്യണം. അത് ഇതിന് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. അതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഉണ്ടാ അത് 2 ഇഞ്ച് ഞാൻ കുറക്കുന്നുണ്ട്. സൈഡിലോട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ചെരിച്ച് കട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഒത്തിരി ചുരുക്കി വരും, ഒത്തിരി ലൂസായിരിക്കും ഉണ്ടാകാൻ. ചെരിച്ച് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ഇത് കൈക്ക് നമുക്ക് നമ്മളെ അളവ് എത്രയാണോ കൈയുടെ വണ്ണം അനുസരിച്ചിട്ടുള്ള എലാസ്റ്റിക് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങളെ വണ്ണത്തിനനുസരിച്ചിട്ടുള്ള എലാസ്റ്റിക് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് ചെരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ കൈയിൻ്റെ എൻഡിൽ ഇലാസ്റ്റിക് ഇട്ടതിന് ശേഷം നമുക്ക് സൈഡ് ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 14 ഇഞ്ച് ലെങ്ത്തുള്ള എലാസ്റ്റിക്കാണ്. അത് 1/4 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. 14 എന്ന് പറയുമ്പോൾ ഒരു സൈഡ് 7 ഇഞ്ച് വരും.
ഇനി ഇതിട്ടിട്ട് സൈഡ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. എലാസ്റ്റിക് ഇടുമ്പോൾ ഈ എൻഡ് ഭാഗത്ത് നമ്മൾ ഒന്നിലേക്ക് പിന്നി കുത്തി വെക്കുക, അല്ലെങ്കിൽ അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക, ഒന്ന് പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട്. അത് വലിക്കുമ്പോൾ ഉള്ളിലോട്ട് തന്നെ പോരും. ഞാനവിടെ ഒരു പിന്ന കുത്തി വെച്ച് കൊടുത്തത്. ഇനി സൈഡ് ഇതിട്ടതിന് ശേഷം സൈഡ് 2 ജോയിൻറ്റ് ചെയ്യുക. ഇനി ജോയിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് താഴെ ചുരുക്കി കൊടുക്കണം, നീളം കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ മെഷീനിലൊന്ന് 2 അറ്റം ഒന്ന് സ്റ്റിച്ച് കൊടുത്ത്, അല്ലെങ്കിൽ എലാസ്റ്റിക് പിന്നെ ഒരുമ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകും. അതുകൊണ്ട് ആ 2 ഭാഗം ഒന്ന് സ്റ്റിച്ച് കൊടുത്ത് എലാസ്റ്റിക് അവിടെ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിന് ശേഷം ചെയ്യേണ്ടത് 2 കൈക്ക് ഇട്ടതിന് ശേഷം ചെയ്യണം. ഇനി നമുക്ക് താഴെയൊന്ന് ജോയിൻ്റ് കൊടുക്കാം. ഞാനിപ്പോൾ ചുരുക്കമായിട്ട് കൊടുക്കാൻ പോകുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ചുരുക്ക് വേണമെങ്കിൽ ചുരുക്കിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചുരുക്കില്ലാതെ ഒരേ അളവിൽ തന്നെ എടുത്തിട്ട് ജോയിൻ്റ് കൊടുത്താൽ മതി. എന്നാൽ ലെങ്ത്ത് കിട്ടും. ഞാനിതിപ്പോൾ കാരണം നല്ല കോട്ടൺ തുണിയാണ്, അതുകൊണ്ട് ഇത് കളയണ്ടെന്ന് വിചാരിച്ചു. ഇത് നൈറ്റിയായിട്ട് ഉപയോഗിക്കാമെന്ന് വെച്ചു. ഓൾറെഡി ഇത് നീളം കുറവാണ്, ഇത്ര ലെങ്ത്ത് ആവശ്യമില്ല. അത് ഞാൻ മടക്കി തയ്ക്കും, എന്തായാലും കട്ട് ചെയ്തിട്ട് മടക്കി തയ്ക്കും. ഇതിപ്പോൾ ഞാൻ ചുരുക്കിട്ട് കൊടുക്കുകയെന്ന്. ചുരുക്കിടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ചുരുക്കി ഞങ്ങൾക്ക് തുണിയൊന്നും വേസ്റ്റ് ആക്കണ്ട എന്നുള്ള രീതിയിൽ ചുരുക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചുരുക്കിട്ടതിന് ശേഷം അതിൽ അറ്റാച്ച് ചെയ്യാൻ. ഇനി ഒരുപാട് ചുരുക്കില്ല, ചെറുതായിട്ടുള്ള ചുരുക്കി ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമ്മൾ ഫ്രോക്കിനെല്ലാം കാണില്ല, ഒരു പൊടി പൊടിയായിട്ടുള്ള ചുരുക്ക്, ആ ചുരുക്കാണ് ഇതിന് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് അറ്റാച്ച് ചെയ്തതിന് ശേഷം ജോയിൻ്റ് ചെയ്യണം സൈഡ്. ഇത് ഞാൻ കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ജോയിൻ്റ് ഇടുന്നത്. എന്നപ്പോൾ വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാമല്ലോ, കാരണം നല്ല പാകിസ്ഥാനി കോട്ടൺ ക്ലോത്തായത്. പിന്നെ ഞാൻ പറഞ്ഞ വീഡിയോ എനിക്ക് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റുന്നില്ല, സ്പേസ് ഇല്ല. വീഡിയോ ക്യാമറ വെക്കാനുള്ള ഒരു സ്പേസ് എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ചില ഭാഗങ്ങളൊന്നും കറക്റ്റ് കാണാത്തത്. ചെയ്ത് കണ്ട ഇതുപോലെ ഇട്ട് കൊടുത്ത്. ഇത്ര ലെങ്ത് ഇല്ല, ലെങ്ത് ഞാൻ മടക്കി തയ്ക്കും. എൻ്റെ ആവശ്യത്തിനുള്ള ലെങ്ത് എടുത്തിട്ട് ബാക്കി കട്ട് ചെയ്ത് മാറ്റും താഴെ. എന്നിട്ട് സൈഡ് 2 ജോയിൻ്റ് ഇട്ടതിന് ശേഷം മടക്കി തയ്ക്കും. ഇനി നമുക്ക് താഴെ പീസ് ഇട്ട് ജോയിൻ്റ് ഇട്ടില്ല, ഇനി കഴുത്തിന് എലാസ്റ്റിക് വെക്കണം. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ജോയിൻ്റ് ഇട്ടാലും മതി. ജോയിൻ്റ് ഇട്ടതിന് ശേഷം ലെങ്ത്ത് നോക്കുക, ലെങ്ത്ത് എത്രയാണ് വേണ്ടത് ആ ലെങ്ത്ത് അനുസരിച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റും ബാക്കി വരുന്നത്. എന്നിട്ട് താഴെ മടക്കി തയ്ക്കും.
ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. വളരെ എളുപ്പമുള്ള ഒരു കട്ടിങ്ങാണ്. സ്റ്റിച്ചിങ്ങും എളുപ്പം തന്നെ. ഒന്ന് ചെയ്ത് നോക്ക് എല്ലാവരും.